കർഷകരുടെ ഐതിഹാസികമായിട്ടുള്ള പ്രക്ഷോഭം നമ്മുടെ മുന്നിലുണ്ട്. 1.25 വർഷം നീണ്ടുനിന്ന 750ഓളം കർഷകർ സമരഭൂമിയിൽ തന്നെ പിടഞ്ഞു വീണ് മരിച്ച ആ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പോലും പാലിക്കുന്ന സാഹചര്യമില്ല. മാണ്ടികൾ എന്നറിയപ്പെടുന്ന അടുത്തുള്ള ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കുവാനും താങ്ങുവില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചയിച്ചു തരാമെന്ന് ആ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി ഗവൺമെന്റ് ഉറപ്പു നൽകിയതാണ്. അർബൻ നക്സലൈറ്റുകളുടെ സമരം, ഖാലിസ്ഥാൻവാദികളുടെ സമരം, പാകിസ്ഥാൻവാദികളുടെ സമരം എന്ന് പറഞ്ഞ് അന്ന് പ്രധാനമന്ത്രി തന്നെ ആക്ഷേപിച്ച സമരം ഏറ്റവും അവസാനം 1.25 വർഷത്തിന് ശേഷം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് എല്ലാ സമരമുദ്രാവാക്യങ്ങളും അംഗീകരിച്ചു കൊടുത്തതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ കർഷകരുടെ സമരം ഒത്തുതീർപ്പാക്കി കൊടുത്ത ആ വ്യവസ്ഥകൾ പാലിക്കാത്തതിന്റെ ഭാഗമായി കർഷകരും പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ, കർഷക തൊഴിലാളികളുടെ, വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ, അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എല്ലാം ഒറ്റ ശബ്ദത്തോടെയുള്ള പോരാട്ടമാണ് 17ഓളം മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ നടന്ന അഖിലേന്ത്യാ കൺവെൻഷന്റെ ഭാഗമായി ഇത് ചാർട്ട് ഓഫ് ഡിമാൻഡായി ഗവൺമെന്റിന് സമർപ്പിച്ച് എല്ലാ തരത്തിലുള്ള സമരമാർഗങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഏറ്റവും അവസാനം പണിമുടക്ക് സമരത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു നിർബന്ധിത സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിലും ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിലുമെല്ലാം അതിശക്തമായിട്ടുള്ള തൊഴിലാളി പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു. നമുക്കറിയാം, ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാതെ എല്ലാം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാത്രം പൊളിച്ചെഴുത്ത് നടത്തുകയാണ്. വർഷങ്ങളായി പൊരുതി നേടിയ നിയമങ്ങൾ ദുർബലപ്പെടുത്തുകയാണ്. ആ നിയമത്തിന്റെ ഭാഗമായിട്ടെല്ലാം കോർപ്പറേറ്റുകൾക്കും മാനേജ്മെന്റുകൾക്കും മാത്രം അനുകൂലമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതിന്റെ ഭാഗമായി തൊഴിലാളി കൂടുതൽ പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും പോവുകയാണ്. അതുപോലെ പണമുള്ളവൻ, അതുപോലെ തന്നെ ഈ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോർപ്പറേറ്റുകൾ ഓരോ ദിവസവും കൂടുതൽ പണക്കാരായിട്ട് മാറുകയും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഓരോ ദിവസവും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഈ രാജ്യം കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് വലിയ തരത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ട്രേഡ് യൂണിയനുകളെല്ലാം ഐക്യനിരയായി ഒത്തുകൂടുന്നതും അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നതും നാം കാണുകയാണ്. ഈ ലേബർ കോഡ് ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനം മുൻ വർഷങ്ങളിൽ എടുക്കാൻ കാരണം രാജ്യത്തിന്റെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങളോട് ധൃതി പിടിച്ച് റൂളുകൾ ഉണ്ടാക്കിക്കോ, നിയമം നടപ്പാക്ക് എന്ന് പറയുമ്പോഴും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക രാജ്യത്തിന്റെ തൊഴിലാളി വർഗത്തെ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുഴുവൻ തൊഴിലാളികളും 25 കോടിയോളം വരുന്ന തൊഴിലാളികൾ പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും അവസാനം ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാൻ പാടില്ല, ട്രേഡ് യൂണിയനുകൾ ഒരു സംഘടിത ബാർഗൈനിങ് ശക്തിയായിട്ട് ഇടപെടാൻ പാടില്ല. തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർ വന്നാൽ 15 ദിവസം നോട്ടീസ് തന്ന് അവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിലേക്ക് വരെ ഇത്തരത്തിലുള്ള പുതിയ നിയമം മാറുന്നത്, കോഡുകൾ മാറുന്നത് നാം കാണുകയാണ്. 1926 ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചതും നിയമം കൊണ്ടുവന്നതും അതിന്റെ ഭാഗമായി ഒരു സംഘടിത തൊഴിലാളി ശക്തിയായി നടത്തിയ എല്ലാ തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് ഓരോ അവകാശങ്ങളും നമ്മൾ നേടിയെടുത്തത്. അതുകൊണ്ട് ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ തൊഴിലാളി വർഗം കർഷകരുടെ പിന്തുണയോടെ, യുവജനങ്ങളുടെ പിന്തുണയോടെ നടത്തുന്ന ഐതിഹാസികമായിട്ടുള്ള സമരം UPSCയെ നോക്കുകുത്തിയാക്കി, അതുപോലെ സംസ്ഥാന PSCകൾ ദുർബലമാക്കി, എല്ലാം പിൻവാതിൽ നിയമനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന, അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന, സ്വകാര്യ മേഖലയിൽ ഇത്തരത്തിൽ ലേബർ കോഡിന്റെ ഭാഗമായി നിരവധി നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് 17 ഇനങ്ങളടങ്ങുന്ന കൃത്യമായിട്ടുള്ള ഡിമാൻഡ് ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഐതിഹാസിക സമരത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ തൊഴിലാളി വർഗം ഒത്തുകൂടിയിരിക്കുന്നത്. തീർച്ചയായും